രാവിലെ എണീറ്റപ്പം പുറത്തൊക്കെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഇപ്പം പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവാം. അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം. വലിയ സംഭവമൊന്നുമില്ല, ഒരു ചെറിയൊരു വണ്ടി അവിടെ കിടപ്പുണ്ട്, അന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങുക. അപ്പോൾ ഈ പോയ ഇലയെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ ഒരു മരത്തിലും ഇലയില്ല. ഒരു 1-2 മന്തിനുള്ളിൽ ഫുൾ ഇലയൊക്കെ തിരിച്ചു വന്നിട്ട് സ്പ്രിങ് തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങും. ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പം കുറച്ച് സൺലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് വെളി ഇറങ്ങിയതാ. ഇതിപ്പോൾ ഏതൊരു കുന്നിൻ്റെ പുറത്താന്ന് തോന്നുന്നു. അവിടെ വലിഞ്ഞു കയറി മനുഷ്യൻ ക്ഷീണിച്ച്. ആക്ച്വലി ഇതുവഴിയല്ല വരണ്ടേ. ഞാൻ അവിടെ ഇരുന്ന് പാട്ട് കേട്ടോണ്ടിരുന്നു, ഇറങ്ങിയില്ല. അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ എക്സ്ട്രാ നടന്നു വരിക. അതാന്ന് തോന്നുന്നു ഇത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ വണ്ടി, M47 പാറ്റൻ ടാങ്ക്. ഇതൊരു അമേരിക്കൻ മെയ്ഡ് പാറ്റൻ ടാങ്കാണ്. 1950 to 60 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പാറ്റൻ ടാങ്കാണ്. അമേരിക്ക മാത്രമല്ല, അതുകൂടാതെ പല നാറ്റോ രാജ്യങ്ങളും, അതായത് ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ പല നാറ്റോ രാജ്യങ്ങളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെയിലും ഈ പാറ്റൻ ടാങ്ക് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്ന് ഇവിടെ കിടക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇവിടെ ഒന്നും എഴുതിയും വെച്ചിട്ടില്ല. ഞാൻ പിന്നെ ഈ ഗൂഗിളിലെ ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഈ സാധനമാണ് ഈ കിടക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായത്. ഒരു കുന്നിൻ്റെ മുകളിൽ ഇങ്ങനൊരു 3 ടാങ്ക് ഇവിടെ കിടപ്പുണ്ട്. അതിൽ 2 M47-ഉം മറ്റേത് M41-ഉം ആണെന്നാണ് തോന്നുന്നത്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ടാങ്കുകളാണ്. ഒരു 48-50 കിലോമീറ്റർ വരെ സ്പീഡിൽ പോവും. ഇതിൻ്റെ ബോഡി എന്നൊക്കെ പറയുന്നത് ഒരു 100 mm, അതായത് നല്ല കട്ടിക്കാണിത്. ഉരുക്കോ സ്റ്റീലോ എനിക്ക് ഇതിൻ്റെ എന്തോ വെച്ച് ഉണ്ടാക്കിയെന്നറിയില്ല. അത്രയ്ക്ക് വീതിക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചുമ്മാ അല്ല ഈ ലോഞ്ചറും ബുള്ളറ്റും ഒന്നും കൊണ്ടിട്ട് ഇതിനൊന്നും പറ്റാത്തത്. ഇതിൻ്റെ മെയിൻ ഗണ്ണെന്ന് പറയുന്നത് 90 mm ഉള്ളൊരു M36 ആണ്. ഏറെക്കുറെ 71 റൗണ്ട് 72 റൗണ്ട് വരെ ഇതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഇതിന് എനിക്കൊന്ന് സെക്കൻഡറി ഗണ്ണും ഉണ്ട്, പക്ഷെ അതൊന്നും ഇതിൻ്റെ അത് കാണുന്നില്ല. അതൊക്കെ ഊരിപ്പോയത് വല്ലതും ആവും. ഇതിൻ്റെ വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് അന്നുള്ള ടാങ്കുകളിൽ ഏറ്റവും നല്ല വെപ്പൺ സിസ്റ്റം തന്നെ ആയിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ലോങ് ഡിസ്റ്റൻസിൽ വേറെ ടാങ്കുകളെ നമുക്ക് സർഫസിൽ നിന്ന് തന്നെ അടിക്കാൻ പറ്റുന്ന വെപ്പൺ സിസ്റ്റം ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് വന്ന ടാങ്കുകളൊക്കെ ഇച്ചിരി ഡെവലപ്ഡ് ടെക്നോളജീസൊക്കെ വന്നപ്പം ഇത് ഔട്ട് ക്ലാസ് ആയി പോയതാണ്. നമുക്ക് ഇത് തന്നെ കണ്ടറിയാം എത്ര ഫയറിങ് ചെയ്ത ഗണ്ണാന്ന്. നോക്കിയാൽ മതി. അതിൻ്റെ ആ ബുള്ളറ്റ് പോയാൽ അതൊക്കെ കറക്റ്റ് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത ഒരു ടാങ്കൊന്നും അല്ല. എവിടെയോ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് അവന്മാർ ഇവിടെ കൊണ്ടിട്ടിട്ട്. പക്ഷേ ഈ 3 എങ്ങനെയാണ് ഇവിടെ ഒരുമിച്ച് കേടായി കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൽ ഒരെണ്ണം കേടായി കിടക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഇതങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടോ കാര്യങ്ങളോ എല്ലാം ആവും. അങ്ങനെ ഇവിടെ ഇട്ടിട്ട് അവന്മാർ കേടായപ്പം പിന്നെ എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണേ തന്നെ എന്ത് ചിലവായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ ഒരു പുരാവസ്തു അങ്ങനെയുള്ള രീതിയിൽ ചിലപ്പോൾ ഇട്ടതാവാനും വഴിയുണ്ട്. ഗൈസ്, ഞാൻ ഇതിൻ്റെ അകത്ത് ലൈറ്റ് വെയ്റ്റ് ടാങ്ക് എന്നാണ് പറഞ്ഞത്. M47 ആക്ച്വലി ഒരു ലൈറ്റ് വെയ്റ്റ് ടാങ്ക് അല്ല. ഇതൊരു മീഡിയം ടാങ്കാണ്. ലൈറ്റ് വെയ്റ്റ് ടാങ്ക് എന്ന് പറയുന്നത് M41, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ടാങ്കിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നത്. ഞാനത് തിരിച്ചാണ് പറഞ്ഞത്. ആക്ച്വലി അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് M41 എന്ന് പറയുമ്പം അതൊരു ലൈറ്റ് വെയ്റ്റ് ടാങ്കാണ്. അത് 1940, അതായത് ഇതിനെക്കാട്ടി ചൂടെ പഴയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നൊരു ടാങ്കാണ്. ഇതിന് M32 എന്ന് പറയുന്നത് 72 mm വീതിയുള്ളൊരു ഗൺ സിസ്റ്റമൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഈ കുഴിക്കകത്തൊക്കെ എങ്ങനെ പോയെന്നാണ് എനിക്ക് എങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവാത്തത്. അതും ഇത് കുഴിച്ചിട്ടതാണോ അതോ ബോംബെല്ലാം പൊട്ടി ഇതിൻ്റെ അകത്തിരിക്കുന്നതാണോ ആർക്കറിയാം. പക്ഷേ എന്തായാലും കൊള്ളാം. ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ്, നമുക്ക് കണ്ട് ഇതിൻ്റെ മേളിലോട്ട് നേറി നോക്കാം. കൊള്ളാം. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. എല്ലാം ആരോ കൊണ്ടുപോയെന്നല്ല, അവന്മാർ ഊരിയതായിരിക്കും മിക്കവാറും. കാരണം അതിൻ്റെ ആ കൺട്രോളിങ് പാനലും ചെയർസും അടിവഴും എല്ലാം ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ആകെ ഉള്ളത് ഒരു ഹോള് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്താണ് ആൾക്കാരിരിക്കുന്നത്, ഡ്രൈവറും മറ്റേ ഷൂട്ടറും ഒക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇപ്പം സത്യത്തിൽ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഉള്ളതായിരിക്കണം.
പക്ഷേ ഇപ്പം അതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. അപ്പം അതങ്ങനെയാണ്. ഞാൻ ആക്ച്വലി ഇത് ഇങ്ങനെ റൂമിൽ ഇരുന്ന് വെറുതെ ബോറടിച്ച് നിന്നപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പം അവിടെ കുറച്ച് പിള്ളേർ ഈ ടാങ്കിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. അമ്മമാരോട് എന്നോട് എന്തൊക്കെയോ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് ടൂറിസ്റ്റ് ആണോ, എവിടുന്ന് വരുന്നത്, അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ ചോദിച്ചു. പിന്നെ അമ്മമാർക്ക് ഇംഗ്ലീഷും അധികം അറിയത്തില്ല. അതിലിരിക്കുന്നൊരു കൊച്ചുകാർക്കിന് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ ഗൈസ്. അപ്പം ചെറുതായിട്ട് ഇരുട്ട് വന്നു തുടങ്ങി. അപ്പം ഞാൻ എന്തായാലും പോട്ട്, കാരണം എന്ന് വെച്ചാൽ ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല. ലൈക്ക് വെട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടും കാര്യമില്ല. ഞാൻ 2-3 വീഡിയോസും എടുത്ത് കുറച്ച് നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോയി. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ഗൈസ്. ചിന്തകളിൽ തീ പൊരി കൺമുന്നിൽ